പ്രായം തളർത്താത്ത പോരാളി എന്ന് നാടൊന്നടങ്കം പറയുന്നു വി എസിനെ. ആ രണ്ടക്ഷരം കേരളത്തിന്റെ സമരമുഖത്തിന്റെ പ്രതിരൂപമാണ്. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആലങ്കോട് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. സലീം മാലിക് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സലീം, പാതയിലുടനീളം നമ്മൾ കണ്ടതാണ് മുദ്രാവാക്യം വിളികളോടെ തങ്ങളുടെ പ്രിയ നായകനെ, സമരനായകനെ വി എസിനെ അന്ത്യാഭിവാദ്യം ചെയ്ത് യാത്രയാക്കുന്നു. നാട്ടുകാർ ഇപ്പോൾ ആലങ്കോട് എത്തിയിരിക്കുന്നു വിലാപയാത്ര എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഈ വിലാപയാത്ര ആരംഭിച്ചതിന്റെ 9ാം മണിക്കൂറിലാണ് ഇപ്പോൾ. അപ്പോഴും ആലംകോട്ടേക്ക് പോലും ഈ വാഹനം ഇതുവരെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ആലംകോട്ടിലേക്ക് ആ വിലാപയാത്രയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടേക്ക് എത്തും. ഒരല്പസമയത്തിനകം ആ വാഹനം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വലിയ ജനക്കൂട്ടത്തെ കീറിമുറിച്ചുകൊണ്ട് എത്തും എന്നുള്ളതാണ്. ഈ ഒരു ജില്ല പോലും, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തുടങ്ങിയ വിലാപയാത്ര തിരുവനന്തപുരം ജില്ല ഈ മണിക്കൂറിലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനിയുമുണ്ട് പല അടുത്ത ജില്ലയിലേക്ക് പ്രവേശിക്കാനായി പല പോയിന്റുകളും ഇനിയും ബാക്കി നിൽക്കുകയാണ്. കാരണം ആലംകോടേക്ക് എത്തിയാൽ പിന്നീട് കടുവയിൽ പള്ളി, കല്ലമ്പലം, നാവായിക്കുളം, 28ാം മൈൽ, കടമ്പാട്ടുകോണം, അങ്ങനെ ഇത്രയും പോയിന്റുകൾ കടന്നാൽ മാത്രമേ അത് കൊല്ലം ജില്ലയിലെങ്കിലും പ്രവേശിക്കൂ. അപ്പോൾ എപ്പോൾ ഇത് ആലപ്പുഴയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സമയത്ത് കൊല്ലം ജില്ല കടക്കുകയേ ഉള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയധികം വലിയ ആൾക്കൂട്ടമാണ് അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ കാത്ത അവസാനമായി ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി വഴിനീളെ കാത്തു നിന്നത്. ജീവിതം മുഴുവൻ സമരമാക്കിയ വി എസിന് ഊഷ്മളമായ യാത്രയപ്പാണ് അവരുടെ പ്രിയപ്പെട്ട സഖാക്കളും ഒപ്പം തന്നെ കേരളത്തിന്റെ പൊതുമനസാക്ഷിയും ചേർന്ന് നൽകുന്നത് എന്നുള്ളതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ തന്നെ കാണുന്നത്. അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ആൾക്കൂട്ടം വല്ലാത്തൊരാൾക്കൂട്ടമായി മാറുന്ന കാഴ്ചയാണ് കുറച്ച് സമയങ്ങളായി നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഈ നേരത്തെ തീരുമാനിച്ചിരുന്ന സമയക്രമമൊക്കെ തെറ്റുകയാണ്. ഏറ്റവും നീണ്ടുപോയാൽ രാത്രി 1 മണിയോടുകൂടി ആലപ്പുഴയിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആ സമയം എത്തുമ്പോഴേക്കും കൊല്ലം ജില്ലാ അതിർത്തിയെങ്കിലും കടന്നാൽ മതി എന്നുള്ള നിലയിലാണ് നിലവിലുള്ളത്. ആ നിലയിലാണ് ആൾക്കൂട്ടം. ഇപ്പോൾ ഈ ആലംകോട്ട് വലിയ ആൾക്കൂട്ടം, ഇവിടെ 500-ലധികം ആളുകളാണ് ഇവിടെ മാത്രം ഈ ആലങ്കോട് എന്ന ജംഗ്ഷനിൽ മാത്രം തടിച്ചുകൂടി നിൽക്കുന്നതിനപ്പുറത്തേക്ക് കല്ലമ്പലത്ത് ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ആൾക്കൂട്ടത്തെ കീറിമുറിച്ചുകൊണ്ട് വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുകയാണ്. ആ വാഹനം എന്നുള്ളതാണ്. ആലംകോടേക്ക് എത്തുകയാണ്. അവരുടെ കണ്ണേ കരളെ വി എസ് എന്ന തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികൾ, അവരുടെ നെഞ്ചിൽ നിന്ന് വരുന്ന മുദ്രാവാക്യങ്ങളുമായി സമരനായകനെ, കേരളത്തിന്റെ സമരനായകനെ അവർ ആവേശപൂർവ്വം അവർ യാത്ര അയക്കുകയാണ്. കാരണം ഇനി ഒരിക്കൽ കൂടി വി എസിന് ഈ വഴിയിലൂടെ ഒരു സമരമില്ല. ജീവിതം സമരമാക്കിയ മനുഷ്യൻ ഏറ്റവും അവസാന നിമിഷം വരെയും ജീവിതം പോരാട്ടമാക്കിയ മനുഷ്യൻ, ഏറ്റവും ഒടുവിൽ ആശുപത്രി കിടക്കയിൽ പോലും അസാമാന്യമായ ഇച്ഛാശക്തി കാണിച്ച് 29 ദിവസം ആശുപത്രി കിടക്കയിലും സമരം ചെയ്ത മനുഷ്യൻ, ആ സമരം ചെയ്ത മനുഷ്യന് ഏറ്റവും അവസാന യാത്രയിലും ജനങ്ങളതാ വലിയ യാത്രയയപ്പ് നൽകുന്നു. നമ്മൾ വഴിനീളെ കേട്ട അതേ മുദ്രാവാക്യം വി എസ് സമരം നയിച്ച കാലത്ത്, വി എസ് സർക്കാരായ കാലത്തും പ്രതിപക്ഷമായ കാലത്തും എല്ലാം ഉയർന്നു കേട്ട അതേ മുദ്രാവാക്യം വഴിനീളെ കേൾക്കുന്നു. ആ മുദ്രാവാക്യം കഴിഞ്ഞ മണിക്കൂറുകളായി മഴയത്തും ഇവിടെ കാത്തുനിന്ന ജനങ്ങൾ വലിയ മുദ്രാവാക്യമായി ഉയർത്തുന്നു. കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം ഇവിടെയും ഉയർന്നു കേൾക്കുകയാണ്. അത്രയും തൊണ്ടപൊട്ടുന്ന ഉച്ചത്തിൽ, അത്രയും വൈകാരികതയോടുകൂടി ഈ മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ, അവരുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ സമരനായകനെ, സമരകേരളത്തിന്റെ ഹൃദയനായകനെ യാത്ര അയക്കുകയാണ്. ഈ രാത്രിയിൽ ഈ 11 മണി സമയത്തും ഈ ആൾക്കൂട്ടം അവരുടെ പ്രിയപ്പെട്ട ജനനായകൻ ഏറ്റവും അവസാനം ഒരു നോക്ക് കാണാൻ, അദ്ദേഹം നയിച്ച സമരങ്ങളോടുള്ള ആദരം, തങ്ങൾക്ക് വേണ്ടി പൊരുതിയ മനുഷ്യനാണ് എന്നുള്ള ഉറച്ച ബോധ്യമാണ് പല കോണുകളിൽ നിന്നുമുള്ള ഈ ആൾക്കൂട്ടത്തിന് കാരണം. അത് ഏതെങ്കിലും നിലയിൽ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാരുടെ മാത്രം കൂട്ടമല്ല. ഈ പാതിരാത്രിയിൽ കൊച്ചുകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, വനിതകളുണ്ട്, സ്ത്രീകളുണ്ട്. ഇതാ ആൾക്കൂട്ടം അതിൻ്റെ എല്ലാ വൈകാരിക സീമകളെയും ലംഘിച്ചുകൊണ്ട് തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ, ഹൃദയം പൊട്ടുന്ന ശബ്ദത്തിൽ അവർ അത്രയധികം വൈകാരികതയോടുകൂടി ആ മുദ്രാവാക്യം മുഴക്കുകയാണ്. തുറന്ന വാഹനത്തിൽ വി എസ് അച്യുതാനന്ദൻ
രാജേന്ദ്രൻ എന്ന കേരളത്തിന്റെ സമരനായകൻ ആലംകോടേക്ക് എത്തുമ്പോൾ അവർ അവരുടെ ശക്തിയുമെടുത്ത് സർവ്വതൊണ്ടയുമെടുത്ത് അവർ ഹൃദയം കൊണ്ട് വിളിക്കുകയാണ്. ഇതാ VS-ന് അവസാന യാത്ര, അവസാന അഭിവാദ്യം അർപ്പിക്കുകയാണ് ഈ മനുഷ്യർ. അതിൽ പ്രായം ചെന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അത്രയും പ്രായം ചെന്ന മനുഷ്യർ അവർ മുഷ്ടി ചുരുട്ടി, ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി. ഇതാ ചെറുപ്പക്കാരെ കാണാം, ഒരു വശത്ത് പ്രായം ചെന്നവരെ